കൊച്ചിയിലെ ആർമി ഫ്ളാറ്റ് പൊളിച്ചു നീക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിലൂടെ പുറത്തുവരുന്നത് വൻ ക്രമക്കേടിന്റെ വിവരങ്ങൾ. 200 കോടി രൂപ മുതൽ മുടക്കി പ്രതിരോധ വകുപ്പ് നിർമ്മിച്ച ഫ്ളാറ്റാണ് ബലക്ഷയം മൂലം പൊളിച്ചു മാറ്റുന്നത്. നിർമ്മാണ കരാർ നൽകിയതിലടക്കം നടന്ന വൻ അഴിമതിക്ക് പിന്നിൽ ആരൊക്കെയാണ് എന്നാണ് ഇനി അന്വേഷിക്കേണ്ടത്. AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്ത് 2012-13 പ്രതിരോധ വകുപ്പിന്റെ നേതൃത്വത്തിൽ പദ്ധതി നിർമ്മാണം ആരംഭിക്കുന്നത്. മുൻപേ വിവാദത്തിലായിരുന്ന ശില്പ പ്രൊജക്ട്സ് എന്ന കൊച്ചി ആസ്ഥാനമായ കമ്പനിക്കായിരുന്നു കരാർ. 2018 ആർമി ഉദ്യോഗസ്ഥർക്ക് നിർമ്മാണം പൂർത്തിയാക്കി ഫ്ളാറ്റുകൾ കൈമാറി. 75 ലക്ഷം രൂപയും രജിസ്ട്രേഷൻ ചെലവുമാണ് ഓരോരുത്തരിൽ നിന്നും ഈടാക്കിയത്. 200 കോടി രൂപ മുതൽ മുടക്കിയ ഫ്ളാറ്റ് സമുച്ചയം 2 വർഷം കൊണ്ട് തന്നെ തകർന്നു തുടങ്ങി. 3 IITകളിലെയും 2 എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും വിദഗ്ധർ നടത്തിയ പഠനത്തിൽ നിർമ്മാണത്തിലെ തകരാറാണ് ബലക്ഷയത്തിന് കാരണമെന്ന് കണ്ടെത്തുകയായിരുന്നു. കോൺക്രീറ്റ് ബീമുകൾ തകർന്ന് കമ്പികൾ പുറത്തു വന്നു തുടങ്ങിയതോടെയാണ് ഫ്ളാറ്റ് ഉടമകൾ കോടതിയെ സമീപിച്ചത്. 2018 ഞങ്ങൾക്ക് ഇതിൻ്റെ പൊസിഷൻ കിട്ടി. അത് കഴിഞ്ഞ ഉടനെ തന്നെ പുവർ ക്വാളിറ്റി കൺസ്ട്രക്ഷൻ കാണാൻ തുടങ്ങി. വിള്ളലുകൾ, ലീക്ക് ചെയ്യുക, പൊട്ടി വീഴുക കോൺക്രീറ്റ് പലയിടത്തു നിന്നും. അങ്ങനെ പൊട്ടി വീണത്ത് നിന്നും കമ്പികൾ തുരുമ്പിച്ച് കാണുക. കോടതി ഇടപെടലിലൂടെ ഇപ്പോൾ പുറത്തു വന്നത് നിർമ്മാണത്തിലുണ്ടായ വൻ അഴിമതി. ഉത്തരവാദിത്വം ആർമിയുടെ നിയന്ത്രണത്തിലുള്ള AWHOയ്ക്കും പ്രതിരോധ വകുപ്പിനുമാണ്. മുൻപേ വിവാദത്തിലായിരുന്ന നിർമ്മാണ കമ്പനിക്ക് തന്നെ കരാർ ലഭിച്ചത് എങ്ങനെ എന്നാണ് ഇനി അറിയേണ്ടത്. നടന്നത് വൻ ക്രമക്കേടാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഏതൊക്കെ ഉന്നതർക്ക് ഇതിൽ പങ്കുണ്ട് എന്നത് മാത്രമാണ് ഇനി പ്രശ്നം. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.